ഗൈസ്, നമ്മൾ വയനാടുള്ള നമ്മളെ ബോച്ചേന്റെ 1000 ഏക്കറിൽ പോവാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വയനാട് വന്ന തന്നെ ഈ സ്ഥലം കാണാനാണ് കേട്ടോ. ആദ്യം ഞാൻ കണ്ടു വിചാരിച്ചത് ഒരു സ്കൂളാണ്, പിന്നെ മനസ്സിലായത് ഒരു ടീ ഫാക്ടറിയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ മൊത്തം ക്ലോസ്ഡ് ആണെന്ന്. പക്ഷെ ഞങ്ങൾ അവിടുത്തെ സെക്യൂരിറ്റിനെ ചോദിച്ചാൽ അതിന്റെ ഉള്ളിൽ കയറി. അപ്പോഴാണ് നമ്മളെ ബോച്ചിന്റെ പ്രതിഭനൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ അവിടെയുള്ള മാനേജറോട് ചോദിച്ചു, നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വരെ വന്നതാണ്, നമ്മളൊന്ന് ഇതിന്റെ ഉള്ളിൽ കയറ്റി വന്നു. അപ്പോൾ ഓല് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇവിടെ ഒക്കെ കാണിച്ചു തരാൻ. അങ്ങനെ നമ്മൾ ഓല ജീപ്പിൽ ഇവിടെ ഒക്കെ കാണാൻ പോവാണ്. എന്റെ പേര് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ എന്നോട് മറന്നുപോയി ഗൈസ്. എന്തായാലും ഒരു നല്ല മാനേജർ ആയിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കളർഫുൾ ടെന്റുകൾ കണ്ടിട്ടോ. ഈ ഒരു മല കാണാൻ നല്ല രസമില്ല, ഒരു പ്രത്യേക മല. അങ്ങനെ നമ്മൾ ഓല ഓഫീസ് ബംഗ്ലാവിലേക്ക് എത്തി. ഇതാണ് കേട്ടോ ബബിൾ ടെങ്. ഇത് വേറൊന്നല്ല, ഒരു റിസോർട്ടാണ്. സത്യം പറയാൻ ഇങ്ങനത്തെ റിസോർട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് എന്തായാലും അതിന്റെ ഉള്ളിൽ കയറി നോക്കാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾ അതിന്റെ അടുത്തേക്ക് പോയി നോക്കുന്നുണ്ട്. ഇത് പേര് പോലെ തന്നെ കറക്റ്റ് ബബിളിനോണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയേ. പിന്നെ ഇതാണ് ഇതിലേക്ക് എയർ നിറയ്ക്കുന്ന മെഷീൻ. അങ്ങനെ നമ്മൾ ഇവിടെ ഒക്കെ കണ്ട് ഇനി അടുത്ത മഡ് ഹൗസിലേക്കാണ് പോകുന്നത്. ഈ ഒരു സാർ നമ്മൾ നല്ലോണം ഹെൽപ്പ് ചെയ്ത് കിട്ടും. നമ്മൾ എല്ലായിടത്തേക്കും ഇവര് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ കൊണ്ടുപോകുന്ന ജീപ്പൊന്നല്ല, പക്ഷെ ഞങ്ങൾ ചോദിച്ച പോലെ നമ്മളെ കയറ്റിട്ടോ. ബോച്ചിന് ഈ ഒരു സ്ഥലത്ത് കുറെ നല്ല അടിപൊളി റിസോർട്ടുകൾ ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ മഡ് ഹൗസ്. സത്യം അറിയാം, വെയിലത്ത് ഇതിന്റെ ഉള്ളിലേക്ക് കയറിപ്പോ എന്തൊരു തണുപ്പ് അറിയോ. പിന്നെ ഇതാണ് കന്നിപ്പോര. ഇവിടെ ഒക്കെ ആൾക്കാരില്ലതാ, പക്ഷെ ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഒക്കെ ഇപ്പൊ ക്ലോസ്ഡ് ആണ്. ഈ ഒരു മഡ് ഹൗസ് നിങ്ങൾക്ക് എണീക്കാൻ തോന്നില്ല, കാരണം അത്രയ്ക്ക് തണുപ്പ്. ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ കിടക്കുകയാണ്. പക്ഷെ എന്റെ അമ്മ എന്നെ അവിടുന്ന് വലിച്ചു കൊണ്ടുപോയി. അപ്പൊ നമ്മൾ ഈ ബോച്ചിന്റെ 1000 ഏക്കറിൽ വന്നാലൊക്കെ ഒന്ന് കമന്റ് ഇടണേ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചായ കുടിക്കാനാണ്. ചായ ഞങ്ങൾ തന്നെ ഇവിടുന്ന് ഉണ്ടാക്കി കുടിക്കാണ് കേട്ടോ. അത് നല്ല പ്രകൃതിരമണീയമായ സ്ഥലത്ത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എന്ത് രസമല്ലേ ഇവിടെ കാണാൻ. ഇതിന്റെ അപ്പന്റെ ഉള്ള ഒരു ഗ്യാസ് ആണ് കേട്ടോ. ഈ ഗ്യാസിനെ കൊണ്ട് നമുക്ക് ഇപ്പോഴാണ് ഒരു ഉപകാരം ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കാണുന്ന വ്യൂ എന്ത് രസാ. ചായക്കൊക്കെ വെള്ളം വെച്ചാണ് അറിയുന്നത്, ചായപ്പൊടി എടുത്തില്ല. ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപ്പ് മുതൽ കറിവേപ്പില വരെ എന്റെ അമ്മ എടുത്തിക്കണേ. പക്ഷെ ചായ ഉണ്ടാക്കാനുള്ള ചായപ്പൊടി മാത്രം എടുത്തില്ല. ലാസ്റ്റ് ഞങ്ങൾ ചൂടുവെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ആക്കി. ഇനി അടുത്ത് ഞങ്ങൾ ഓംലേറ്റ് ഉണ്ടാക്കാൻ. ഇവിടെ നമ്മളിങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഈ രസം വേറെ ഏതേ പീടിയ പോയാൽ കിട്ടുമോ? ഇല്ല, കിട്ടൂല. ഇത് ഞാൻ പറഞ്ഞല്ലോ എന്റെ അമ്മയ്ക്ക് പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ഓംലേറ്റ് റെഡിയായി. ഇതും കൂടി ഇട്ടതേ ഓർമ്മയുള്ളൂ. പിന്നെ എവിടുന്നൊക്കെ കൈയൊക്കെ വന്നിക്കണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വയനാടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പൊ ഓക്കെ ബൈ.